Good afternoon. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? ഓപ്പറേഷൻ തിയേറ്റർ. ജസ്റ്റ് 2 പാരഗ്രാഫ് നമ്മൾ നോക്കിയായിരുന്നു അല്ലെ? ഓപ്പറേഷൻ റൂം എൻവയോൺമെന്റ് അല്ലെ? ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റ് വരെയല്ലേ നമ്മൾ പറഞ്ഞത് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്. ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്. ഓപ്പറേഷൻ തിയേറ്ററിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് റൂം അല്ലെ? ഓപ്പറേറ്റിംഗ് റൂം എന്നും പറയാം. ഒരു ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു എൻവയോൺമെന്റ്, പരിസ്ഥിതി അത് എങ്ങനെയായിരിക്കണം? അതൊരു ജെം ഫ്രീ ആയിരിക്കണം അല്ലെ? ജെംസ് ഒന്നും കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു ജെം ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം ഏതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് അല്ലെ? ഇനി നെക്സ്റ്റ് നമ്മൾ പാരഗ്രാഫിൽ നോക്കുന്നത് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എക്യുപ്മെന്റ്സ്. എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെ എക്യുപ്മെന്റ്സ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. Which of the following equipment is used in operation theater? Okay. ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ്? അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിൽ കേട്ടോ. നോക്കിയേ. ഓപ്പറേറ്റിംഗ് റൂം ഹാസ് special equipments like respiratory and cardiac support. Respiratory and cardiac support. അതായത് റെസ്പിറേഷന് വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെ റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാർഡിയാക് സപ്പോർട്ട്, ഹാർട്ടിനെ പ്രോപ്പർ ആയിട്ട് ഹാർട്ടിനെ ബ്രീത്ത് ചെയ്യാൻ പറ്റുള്ള അല്ലെ അങ്ങനെയുള്ള ഇത് വരുമ്പോൾ അതിനെയൊക്കെ ഏതാണ് സപ്പോർട്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ. എക്സാമ്പിൾ പേസ് മേക്കർ ഒക്കെ പറയാം നമുക്ക്. ഓക്കെ. ഹാർട്ട് ബീറ്റ് ഒക്കെ ഇതാക്കുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന പേസ് മേക്കർ ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകൾ ഉണ്ടാകും. നെക്സ്റ്റ് നോക്കി. എമർജൻസി റെസിസ്റ്റേഷൻ ഡിവൈസസ്. റെസിസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവനം. അതായത് നമുക്ക് പെട്ടെന്ന് ആൾക്ക് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പെട്ടെന്നൊക്കെ ഈ ബ്രീത്തിങ് ഒക്കെ കിട്ടാതെ വരും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഡിഫ്രിബിലേറ്റർ പറയാം. ഡിഫ്രിബിലേറ്റർ കേട്ടിട്ടുണ്ടോ? ഡിഫ്രിബിലേറ്റർ അതായത് നിങ്ങൾക്കറിയാം, നമുക്ക് ആദ്യം നമുക്ക് ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ CPR കൊടുക്കും. ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുവാണ്, ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ ആദ്യം CPR കൊടുക്കും. CPR കൊടുത്തിട്ടും ബ്രീത്തിങ് നോർമൽ ആകുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ആണ് ഡിഫ്രിബിലേറ്റർ യൂസ് ചെയ്യുന്നത്. ഡിഫ്രിബിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുന്ന 2 സാധ്യത ഇങ്ങനെ ചെസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ചെർക്ക് പോലെ വന്ന ബ്രീത്തിങ് നോർമൽ ആകാൻ വേണ്ടിയുള്ളത് ഇലക്ട്രിക് വേവ്സ് അല്ലെ? എമർജൻസി റെസിസ്റ്റേഷൻ ഡിവൈസസ്. അപ്പൊ അതാ ഡിഫ്രിബിലേറ്റർ. പിന്നെ പേഷ്യന്റ് മോണിറ്റർ അല്ലെ? പേഷ്യന്റ് മോണിറ്റർ ഏതൊക്കെയാ? പേഷ്യന്റ് മോണിറ്റർ ECG അല്ലെ? ബ്ലഡ് പ്രഷർ മോണിറ്റർ, ഇതൊക്കെ നമുക്ക് ഇത് പൾസ് ഓക്സിമീറ്റർ, ഇങ്ങനെയുള്ള അതൊക്കെ എക്സാമ്പിൾ ആട്ടോ. ഒരു പേഷ്യന്റ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പൾസ് ഓക്സിമീറ്റർ എക്സാമ്പിൾ ആണ്. അത് നിങ്ങൾക്ക് വേറെ ചാപ്റ്ററിലൊക്കെ അത് പഠിക്കാനുണ്ട് കേട്ടോ എന്താണെന്നുള്ളത് കേട്ടോ. മോണിറ്റർ ബ്ലഡ് സാച്ചുറേഷൻ, ബ്ലഡിന്റെ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പൾസ് ഓക്സിമീറ്റർ. പിന്നെ അത് ബ്ലഡ് പ്രഷർ മോണിറ്റർ, ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള ബ്ലഡ് പ്രഷർ മോണിറ്റർ. പിന്നെ അതുപോലെ ECG ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അതുപോലെ തന്നെ വേരിയസ് ഹാർട്ട് കണ്ടീഷൻസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള നമുക്ക് ഈ പേഷ്യൻസ് മോണിറ്റർ. പിന്നെ അടുത്തത്
പറഞ്ഞേക്കുന്നത് അതിന്റെ ഡയഗ്നോസ്റ്റിക് ടൂൾസ്. ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അതായത് സ്റ്റെതസ്കോപ്പ്, പിന്നെ തെർമോമീറ്റർ, ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾസുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വീതം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളിപ്പോ ഈ എക്യുപ്മെന്റ്സിന്റെ പേരുകൾ മാത്രം ഏതൊക്കെയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, then emergency resuscitation devices, then patient monitors and diagnostic tools. അപ്പൊ ഇത്രയും എക്യുപ്മെന്റ്സുകൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണെന്നുള്ള പേര് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി അവിടെ. ഇതിന് ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണെന്നുള്ളത് എക്സാമിന് ചോദിക്കും. ഇതാ അണ്ടർലൈൻ ചെയ്തോ അത്? Okay. ഇനി നെക്സ്റ്റ് നോക്കിയേ, some of the staff who work in operating theatre consist of the following. ഏതൊക്കെ സ്റ്റാഫുകളാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണെന്നാണ്. അപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സർജറി ആണല്ലേ. അപ്പൊ അവിടെ സർജറി ചെയ്യുന്ന ആരാ? സർജൻ വേണ്ടേ? ഫസ്റ്റ് കൊടുത്തേക്ക് നോക്കിയ സർജൻ ഹു പെർഫോം ദ ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സർജൻ വേണം. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ ഓരോരുത്തരുടെ പേര്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ആർക്കൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണ്? സർജൻ ഉണ്ടാകും. ഹു പെർഫോം ദ ഓപ്പറേഷൻ. അവിടെ ചോദിക്കാം ഹു പെർഫോം ദ ഓപ്പറേഷൻ. ആരാണ് ഓപ്പറേഷൻസ് നടത്തുന്ന ആളാരാണ്? സർജൻ ആണ് അല്ലെ. സർജൻ ഉണ്ടാകും. നെക്സ്റ്റ് നോക്കിയേ, അനസ്തെറ്റിക്സ്. അനസ്തീഷ്യ കൊടുക്കുന്ന അല്ലെ, അനസ്തേഷ്യ കൊടുക്കുന്ന ആള് അല്ലെ, പ്രൊഫഷണൽ, മെഡിക്കൽ പ്രൊഫഷണൽ ആണ്. അതെ, അനസ്തെറ്റിക്സ് ഉണ്ടാവും. Who give anesthetics to restrain pain both before and during the operation. Operation perform ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ അല്ലെ, പെയിൻ റീസ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിയന്ത്രിക്കുക. RESTRAIN, to restrain pain both before and during operations. ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നതിന് മുന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സമയത്തും ഒക്കെ ഉണ്ടാകുന്ന ആ പെയിൻ അത് റീസ്റ്റെയിൻ ചെയ്യാൻ, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു അനസ്തെറ്റിക്സ് ഉണ്ടാകും. ഗീവ് അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയേ, ANESTHETICS. അത് മെഡിക്കേഷൻ ആട്ടോ, മരുന്നുകളാണ്. അനസ്തേഷ്യ കൊടുക്കുന്ന മരുന്നുകളാണ് അത്. മെഡിക്കേഷൻ ദാറ്റ് കോസ് അനസ്തേഷ്യ ആർ കോൾഡ് അനസ്തെറ്റിക്സ്. അതൊന്ന് എഴുതി വെച്ചോ വേണമെങ്കിൽ കേട്ടോ. Medications that cause anesthesia. അനസ്തേഷ്യ കൊടുക്കുന്ന മരുന്നുകളില്ലേ, മെഡിക്കേഷൻസ്, അതാണ് അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞത്. അങ്ങനെ ആ മെഡിക്കേഷൻസ്, ആ മരുന്നുകൾ കൊടുക്കുന്ന പ്രൊഫഷണൽ, അത് എന്തിനു വേണ്ടി അത് കൊടുക്കുന്നേ? നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും ഓപ്പറേഷന് മുന്നും ഉണ്ടാകുന്ന പെയിൻ അല്ലെ, ആ വേദനയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ആ മെഡിക്കേഷൻസ് കൊടുക്കാനായിട്ട് അതിനുള്ള പ്രൊഫഷണൽ. രണ്ടാമത്തെ അണ്ടർലൈൻ ചെയ്തോട്ടോ. അനസ്തെറ്റിക്സ്റ്റ്, അനസ്തെറ്റിക്സ്റ്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാട്ടോ. നെക്സ്റ്റ് നോക്കിയേ, തിയേറ്റർ നേഴ്സസ്. മൂന്നാമത് ആരുണ്ടാവുന്നേ? തിയേറ്റർ നേഴ്സസ് ഉണ്ടാകാം. who take care of patient throughout all stages of the operations. എന്തിനൊക്കെ നേഴ്സസ്? ഓപ്പറേഷൻസിന്റെ ആ 4 സ്റ്റേജുകളിലുടനീളം പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്റർ നേഴ്സസ് ഉണ്ടാകും. ഇതാരാണ്? തിയേറ്റർ നേഴ്സസ്. who take care of patients throughout all 4 stages of the operations. കിട്ടിയ? അപ്പൊ അതിനകത്ത് ഇങ്ങനെ അപ്പൊ നമ്മള് ആരൊക്കെ ഉണ്ടാകാന്ന് ചോദിക്കാം. പിന്നീട് അതിപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. who take care of patient throughout all 4 stages of the operation. ആരാണ് നോക്കുന്നത്? ആരാണ്? തിയേറ്റർ നേഴ്സസ്. ഏതൊക്കെയാണ് ആ 4 സ്റ്റേജുകൾ എന്ന് അറിയാമോ?
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. 4 stages of the operation. ഓപ്പറേഷന്റെ 4 സ്റ്റേജസ് ഏതൊക്കെയാ? ഫസ്റ്റ് വരുന്നതാണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. ഫസ്റ്റത്തിലാണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷന് മുന്നുള്ള ഒരു ഘട്ടം അല്ലെ? അതായത് ആ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നു, ആവശ്യമായ പ്രിപ്പറേഷൻസ് ചെയ്യുന്നു, ഓപ്പറേഷന് വേണ്ടിയിട്ട് അവരെ റെഡിയാക്കുന്നു. അതാണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അനുവിന് പേജ് നമ്പർ ഒന്ന് ഇട്ട് കൊടുക്കോ? 58 കേട്ടോ. ഫസ്റ്റ് ഫേസ് ഏതാണ്? പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. കിട്ടിയില്ലേ? അതായത് ഓപ്പറേഷന് മുന്നേ ആ പേഷ്യന്റിനെ റെഡിയാക്കുന്നു. ആ ഫേസ് ആണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. രണ്ടാമത്തെ ഫേസ് ആണ് ഇൻഡക്ഷൻ ഫേസ്. INDUCTION. ഇൻഡക്ഷൻ ഫേസ്. INDUCTION. ഇൻഡക്ഷൻ ഫേസ്. ഇൻഡക്ഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ അനസ്തെറ്റിക് ഡ്രഗ്സ് നമുക്ക് തരൂലേ? അനസ്തീഷ്യ തരൂലേ? ആ ഫേസ് ആണ് അത്. ഇൻഡക്ഷൻ ഫേസ് ആണ് കേട്ടോ. INDUCTION. ഇൻഡക്ഷൻ ഫേസ്. അടുത്ത നോക്കിയേ, സ്റ്റേജ് 3. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. ഇൻട്രാ ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. അതായത് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? സർജറി പെർഫോം ചെയ്യുന്ന ഫേസ്, അല്ലെങ്കിൽ സർജറി നടത്തുന്ന ഫേസ്. സർജറി പെർഫോം ചെയ്യുന്ന ഫേസ് ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റത്തെ സ്റ്റേജ് ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞ ശേഷം അല്ലെ? അതായത് നേരെ നമ്മളെ സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവരുമോ? തിയേറ്ററിൽ നിന്ന് നേരെ അപ്പൊ തന്നെ സർജറി കഴിഞ്ഞ ഉടനെ റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ കൊണ്ടുവരുമോ? ഇല്ലല്ലോ. ആ പേഷ്യന്റ് എന്ത് ചെയ്യും? പെട്ടെന്ന് എങ്ങോട്ട് മാറ്റും? റിക്കവറി റൂമിലേക്ക് മാറ്റും അല്ലെ? ആ സെഡേഷനൊക്കെ ഒന്ന് മാറണ്ടേ അല്ലെ? അനസ്തേഷ്യ കൊടുത്ത് അതിന്റെയൊക്കെ സെഡേഷൻ ഒക്കെ മാറി പേഷ്യന്റ് ഒന്ന് ഓക്കെ ആയിട്ട് ഒരു ദിവസം അവര് വേറെ റൂമിലോട്ട് മാറ്റൂലേ? അതാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒബ്സർവേഷൻ റൂം. ഒബ്സർവേഷൻ ചെയ്യൂല അവരെ. അപ്പൊ അതാണ് അടുത്ത 4ാമത്തെ ഫേസ് ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. റിക്കവറി റൂമിലേക്ക് മാറ്റുന്നത് അല്ലെ? ഈ 4 ഫേസിലും പേഷ്യൻസിനെ സഹായിക്കാൻ വേണ്ടി ആരുണ്ട് അവിടെ? തിയേറ്റർ നേഴ്സസ് ഉണ്ട്. കിട്ടിയോ? 4 സ്റ്റേജസ് കിട്ടിയോ? പ്രീ ഓപ്പറേറ്റീവ് ഫേസ്, ഇൻഡക്ഷൻ ഫേസ്, ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്. ഇതൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കൂല, എങ്കിലും ആ 4 സ്റ്റേജ് ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചോട്ടോ. ഓക്കെ. അപ്പൊ ആ 4 സ്റ്റേജിലും പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ട്? തിയേറ്റർ നേഴ്സസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കിയേ, തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. കണ്ടോ? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ആരാണ്? ഹു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ബിറ്റ്വീൻ ദ വാർഡ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ. പേഷ്യൻസിനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, വാർഡിൽ നിന്ന് ഒക്കെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനൊക്കെ, അങ്ങനെ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ട്. അടുത്തതാട്ടോ തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. അപ്പൊ അതും ഇങ്ങനെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഹു ഷിഫ്റ്റ് പേഷ്യന്റ് ബിറ്റ്വീൻ ദ വാർഡ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ. ആരാ ഷിഫ്റ്റ് ചെയ്യുന്നത്? എന്നിട്ട് ഓപ്ഷൻ ആയിട്ട് അവിടെ കൊടുക്കും തിയേറ്റർ നേഴ്സസ്, തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്, ദെൻ സർജൻ, ദെൻ നൺ ഓഫ് ദം. അങ്ങനെ കൊടുക്കുക. അപ്പൊ ഓരോന്ന് വ്യക്തമാക്കി പഠിച്ചു വെക്കുക കേട്ടോ. പേഷ്യൻസിനെ വാർഡിലേക്കും അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ട്. അടുത്ത നോക്കിയ കാർഡിയോഗ്രാഫേഴ്സ്. കാർഡിയോഗ്രാഫേഴ്സ് ആരാ? ടു മോണിറ്റർ ECG മെഷീൻ അല്ലെ? ECG മെഷീൻ മോണിറ്റർ ചെയ്യാനായിട്ട് കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. ആ തിയേറ്ററിൽ ആരുണ്ടാവും? കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. ECG എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. കേട്ടിട്ടില്ലേ? ECG
എന്തിനാ ഉപയോഗിക്കുന്നത്? ECG is used to assess the heart electrical activity and diagnose various heart conditions. അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ കണ്ടീഷൻസ് ഒക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പൊ അതൊക്കെ ECG മെഷീൻ ഒക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് കാർഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. Then അടുത്ത് നോക്കിയ റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. റേഡിയോഗ്രാഫേഴ്സ് ആരാ? To take X-ray if they are required. ഇനിയിപ്പോ സർജറി ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റേ ഒക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അല്ലെ, റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. എക്സ്റേ കാര്യങ്ങളൊക്കെ ഇപ്പൊ ബോൺസോ ഇതൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ എക്സ്റേ എടുത്ത് നോക്കണം അല്ലെ, ഓക്കെ ആണോ, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എക്സ്റേ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ആണെങ്കിലും റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പൊ അത്രയും സ്റ്റാഫുകള് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉൾപ്പെടുന്നവരാണ് ഇത്രയും പേര്. സർജൻസ്, അനസ്തെറ്റിക്സ്, തിയേറ്റർ നേഴ്സസ്, തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്, കാർഡിയോഗ്രാഫേഴ്സ്, റേഡിയോഗ്രാഫേഴ്സ്. അത്രയും പേരുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അനസ്തെറ്റിക്സ് ടു theater nurses, theater support workers, cardiograpers, radiographers, surgeons. Okay, clear അല്ലേ അത്രയും കാര്യങ്ങള്? Okay, ഇനി നെക്സ്റ്റ് നോക്കിയേ, പോളിസി ടു എൻറ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എൻറ്റർ ചെയ്യാൻ ആർക്കും കിടക്കാൻ പറ്റുമോ? അങ്ങോട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ കിടക്കാൻ പറ്റുമോ? നമ്മൾ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള പേഷ്യൻസിനോ ഒന്നും പറ്റില്ല അല്ലെ? അതാണ്. അപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പോളിസികൾ, അതാണ് ഇവിടെ പറഞ്ഞേക്കണേ കേട്ടോ. ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പറഞ്ഞേക്കണേ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, സ്റ്റേറ്റ് ദ എയിം ഇൻ യുവർ വിസിറ്റ് ടു ദ ഓപ്പറേറ്റിംഗ് റൂം പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. കണ്ടോ, ഇപ്പൊ നമ്മളിപ്പോ അവിടെ വർക്ക് ചെയ്യുന്നവരല്ലാതെ ആണെങ്കിലും പേഷ്യൻസിനെ കൊണ്ട് വരുന്നവരോ ഒക്കെ ആണെങ്കിലും എന്ത് ചെയ്യണം, അവർക്കുടെ ആ വിസിറ്റിന്റെ എയിം എന്താണ്, എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കുമല്ലോ ചെല്ലുന്നത് അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അപ്പൊ അവിടുത്തെ എല്ലാ സ്റ്റാഫിനാണെങ്കിലും കിടക്കാൻ പറ്റൂല അങ്ങോട്ടേക്ക്. അപ്പൊ ഒരു പോളിസി എന്താ, ആ ഒരു വിസിറ്റിന്റെ എയിം, ലക്ഷ്യം എന്താണെന്ന് പറയണം. ടു ഓപ്പറേറ്റിംഗ് റൂം പേഴ്സണൽ ആൻഡ് പേഴ്സണൽസ് എന്ന് പറഞ്ഞ സ്റ്റാഫാണ് കേട്ടോ. സ്റ്റാഫുകള് PERSONNEL, പേഴ്സണൽസ്, എംപ്ലോയീസ്, സ്റ്റാഫ് എന്നൊക്കെ പറയാം. ആ സ്പെല്ലിങ് ശ്രദ്ധിക്കണം കേട്ടോ. പേഴ്സണൽ PERSONNEL ആണ്. ആൻഡ് ഷോ യുവർ ID. എന്ത് ചെയ്യണം, ID കാണിക്കണം, ID കാർഡ് കാണിക്കണം. എന്നിട്ട് എന്താണ് ആ ഒരു വിസിറ്റിന്റെ പർട്ടിക്കുലർ എയിം എന്താണ് എന്നുള്ള കാര്യം പറയണം. അപ്പൊ അത് അവിടെ നിന്ന് അത് ഓക്കെ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? അവരുടെ ID കാർഡ് കാണിച്ചിട്ട് എന്താണ് ആ ഒരു എയിം അല്ലെ, ആ സന്ദർശനത്തിന്റെ എയിം എന്താണെന്നുള്ളത് പറയുക. രണ്ടാമത് നോക്കിയ, ആർട്ടിഫിഷ്യൽ നെയിൽ എക്സ്റ്റെൻഡേഴ്സ് ആൻഡ് ചിപ്ഡ് നെയിൽ പോളിഷ് പ്രൊട്ടക്ട് more microorganisms than hands and can possibly stain the sterile area, so avoid it. Next നോക്കിയ, ആർട്ടിഫിഷ്യൽ നെയിൽ. ആരെങ്കിലും വെച്ചിട്ടുണ്ടോ ആർട്ടിഫിഷ്യൽ നെയിൽ? അല്ലെങ്കിൽ എക്സ്റ്റെൻഡേഴ്സ്, ചിപ്ഡ് നെയിൽ പോളിഷ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇല്ല. പാർവതി വെച്ചിട്ടുണ്ടോ? വിസ്മയുണ്ടോ? ആർട്ടിഫിഷ്യൽ നെയിൽസ്, ദെൻ എക്സ്റ്റെൻഡേഴ്സ്. ഓക്കെ, കുറച്ചുപേര് വെച്ചിട്ടുണ്ട്, കുറച്ചുപേര് ഇല്ലാതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എന്തായാലും എന്താണ് ഇതൊക്കെ, ഈ ചിപ്ഡ് നെയിൽ പോളിഷ് ഇതൊക്കെ എന്താണ്? പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസംസ്, കൂടുതൽ മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അല്ലെ. ആ നെയിലിന്റെ ഇതൊക്കെ ആണെങ്കിലും എക്സ്റ്റെൻഡേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതായി കഴിഞ്ഞാൽ ആ നെയില്, ആ നഖത്തിന്റെ ഉള്ളില് ഒക്കെ മൈക്രോ ഓർഗാനിസംസ് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷ്മാണുക്കളൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏതിനേക്കായും ഹാൻഡ്സ്, സാധാരണ നോർമൽ കൈകളിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് ഇരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് ക്യാൻ പോസിബിളി ചെയിൻ ദ സ്റ്റെറൈൽ ഏരിയ. കണ്ടോ, ചെയിൻ മലിനമാകുക. അപ്പൊ ഇതെന്തിനുള്ള സാധ്യതയുണ്ട് അവിടെ? എന്തിനുള്ള സാധ്യതയുണ്ട്? ചെയിൻ എന്ന് പറഞ്ഞാൽ മലിനമാകുക, കണ്ടാമിനേറ്റഡ് എന്നുള്ള മീനിങ് ആട്ടോ ടെയിൻ.
ദ സ്റ്റെറൈൽ ഏരിയ. അതായത് നമ്മൾ പറഞ്ഞില്ല ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു സ്റ്റെറൈൽ ഏരിയ എന്ന് പറഞ്ഞില്ലേ, ഒരു അണുവിമുക്തമായിട്ടുള്ള ഏരിയ ആണ് അല്ലെ. അതായത് ജെംസ് ഒന്നും പാടില്ല. അപ്പൊ ഈ ഇങ്ങനെ എക്സ്റ്റൻഡേഴ്സ്, ആർട്ടിഫിഷ്യൽ നെയിൽ, ചിപ്ഡ് നെയിൽ പോളിഷ്, ഇതൊക്കെ കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താ പറയാ, അവിടെ എന്താകാം, മലിനമാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, സോ അവോയ്ഡ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കണം. നെക്സ്റ്റ് പോയിന്റ് നോക്കിയ, റിമൂവ് ഓൾ ജ്വല്ലറി. എല്ലാ ആഭരണങ്ങളും റിമൂവ് ചെയ്യണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ഒരു 10 പവനം കിട്ടുകൊണ്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ 100 പവനം കിട്ടുകൊണ്ട് പോകുമോ? നമ്മുടെ പേഷ്യൻസ് ആണെങ്കിലും നമ്മുടെ എല്ലാരും ഊരി വെക്കൂലേ, കമ്മല്, മാല, വള, ഇതെല്ലാം ഊരി വെച്ച്, ജ്വല്ലറി ആഭരണങ്ങളൊന്നും പാടില്ല അല്ലെ, പറ്റില്ല അല്ലെ. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യണം, അത് റിമൂവ് ചെയ്യണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കുമ്പോൾ അത് അവിടുത്തെ ആ പോളിസിയാണ് പറയുന്നത്, എല്ലാ ജ്വല്ലറിയും ആഭരണങ്ങളും റിമൂവ് ചെയ്യണം. അടുത്ത് നോക്കിയേ, പുട്ട് ഓൺ സർജിക്കൽ ക്ലോത്ത്സ്, ടോപ്പ് ആൻഡ് ബോട്ടം. അതായത് ടോപ്പ് ബോട്ടം നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു, അവിടെ പാന്റും ഷർട്ടും പോലുള്ളത് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, ക്ലോത്ത്സുകള് അല്ലേ, സർജിക്കൽ ക്ലോത്ത്സുകള് ഉപയോഗിക്കണം. അതിപ്പോ ഫുൾ ആയിട്ടുള്ള എല്ലാവരും പറഞ്ഞാൽ ടോപ്പ് ആൻഡ് ബോട്ടം, മുകളിലും താഴെയുമായിട്ട്. സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി വോൺ ഒൺലി ഇൻ സർജിക്കൽ ഏരിയ. ഈ ഒരു കാര്യമുണ്ട്, ഈ സർജിക്കൽ ക്ലോത്ത്സ് നമ്മൾ ഒൺലി എവിടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, സർജിക്കൽ ഏരിയയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് അവിടെ നിന്ന് നമ്മള് ഇറങ്ങുമ്പോഴേക്കും അത് മാറ്റണം. അല്ലാതെ ആ ക്ലോത്ത്സ് ഇട്ടുകൊണ്ട് ലോകം മുഴുവനും ചുറ്റിയിട്ട് നമുക്ക് സർജറി ചെയ്യാൻ വരാൻ പറ്റൂല. അതെന്ന് വെച്ചാൽ അത് എന്താ പറയാ, അത് പ്രൊട്ടക്റ്റഡ് ക്ലോത്ത്സ് ആണ് അല്ലെ, എല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഇട്ടുകൊണ്ട് വേറെ സ്ഥലത്തൊക്കെ പോയി കറങ്ങി വന്നിട്ട് അത് പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സർജിക്കൽ ക്ലോത്ത്സ് എവിടെ മാത്രമേ ധരിക്കാൻ പറ്റുള്ളൂ, സർജിക്കൽ ഏരിയയിൽ മാത്രമേ ധരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സർജിക്കൽ ക്ലോത്ത്സുകള് എന്ത് ചെയ്യണം, സർജിക്കൽ ക്ലോത്ത്സുകള് ധരിക്കണം. നെക്സ്റ്റ് നോക്കിയേ, കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി. അതായത് നമ്മൾ പോളിസി അനുസരിച്ച് തന്നെ ഷൂ കവർ ധരിക്കുക. നമ്മുടെ നോർമൽ ഷൂ ഇല്ലേ, അതിനുള്ള കവറാണ് കേട്ടോ ഷൂ കവർ. പ്രൊട്ടക്ട് കവറിംഗ് വോൺ ഓവർ ദ റെഗുലർ ഷൂസ്. സാധാരണ റെഗുലർ ഷൂസിന് പുറമെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഷൂ കവർ എന്ന് പറഞ്ഞത്. കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി, ഓൾസോ ടു കവർ ഹെഡ്. അത് കൂടാതെ തല നമ്മളെ ക്യാപ്പ് വെച്ചിട്ട്, അതുപോലത്തെ നിങ്ങൾക്കറിയാലോ സർജനൊക്കെ വെക്കും ഇതുപോലെ കവർ ഹെഡ് കവർ ചെയ്യണം. പിന്നെ to cover head caps are used. കണ്ടോ, ക്യാപ്പുകൾ ധരിക്കണം ആ ഹെഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. തലമുടിയോ അല്ലെങ്കിൽ അതൊന്നും പറക്കാൻ അറിയാം അങ്ങനെയൊന്നും പാടില്ല. അത്രയും നമ്മൾ സുരക്ഷിതമായിട്ട് തന്നെ ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, ക്യാപ്പുകൾ ധരിക്കണം. സർജിക്കൽ മാസ്ക് ഓൾസോ ആസ് പെർ പോളിസി അനുസരിച്ച് തന്നെ സർജിക്കൽ മാസ്കുകൾ ധരിക്കണം. കണ്ടോ, അവിടെ എന്തൊക്കെ പറഞ്ഞേക്കണേ, ഷൂ കവർ ധരിക്കണം, ക്യാപ്സ് ഉപയോഗിക്കണം, ഹെഡ് കവർ ചെയ്യാൻ വേണ്ടി ക്യാപ്സ് ഉപയോഗിക്കണം, സർജിക്കൽ മാസ്കുകൾ ഉപയോഗിക്കണം. ക്ലിയർ അല്ലേ ആ പോയിന്റ്? അടുത്ത് നോക്കിയാൽ പെർഫോം എ സർജിക്കൽ ഹാൻഡ് സ്ക്രബ്. ഹാൻഡ് സ്ക്രബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ, നന്നായി കഴുകുക എന്നാട്ടോ, സ്ക്രബ് ചെയ്യുക, കൈ നന്നായിട്ട് കഴുകണം കേട്ടോ. ആസ് പെർ ഏജൻസി പോളിസീസ്, അവിടെ പോളിസി അനുസരിച്ച് തന്നെ കൈകള് നന്നായിട്ട് കഴുകണം. സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ് ബിഫോർ അപ്ലൈയിങ് സ്റ്റെറൈൽ ഗ്ലൗസ്. എന്തിനു മുന്നാ നോക്കിയേ, ആ സ്റ്റെറിലൈസ് ചെയ്ത ഗ്ലൗസ് ഇല്ലേ, ആ ഗ്ലൗസ് ധരിക്കണം മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഹാൻഡ്സുകള് നന്നായിട്ട് കഴുകണം. സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് ഇതിനു വേണ്ടിയിട്ടാണ്, ടു റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ്. കയ്യില് ബാക്ടീരിയയുടെ ഇതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കൈകൾ നന്നായിട്ട് കഴുകണം. അതിനുശേഷം മാത്രമേ സ്റ്റെറൈൽ ഗ്ലൗസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ കൈ കഴുകാതെ സ്റ്റെറിലൈസ് ചെയ്തേക്കണ ഗ്ലൗസ് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്താ, ഗ്ലൗസിലേക്ക് മൈക്രോബ്സ് വരാൻ സാധ്യതയുണ്ട് അല്ലെ, ബാക്ടീരിയ വല്ലതും വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബാക്ടീരിയനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, നമ്മള് കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, സ്റ്റെറൈൽ ഗ്ലൗസ് ധരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, asepsis.
Asepsis denote the absence of disease causing microorganisms. ഒന്ന് underline ചെയ്ത sentence. Asepsis denote the absence of disease causing microorganisms. എന്താ asepsis എന്ന് പറയുന്ന അതായത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മൈക്രോ ഓർഗാനിസംസ് ഇല്ലാത്ത അവസ്ഥ കണ്ടോ, ആബ്സെൻസ് ആണ്. asepsis സൂചിപ്പിക്കുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ്. ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ഇല്ലാത്ത, ആബ്സെന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതാണ് asepsis എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. Then aseptic or sterile. Aseptic എന്ന് പറഞ്ഞാൽ sterile, എന്താണ് നമുക്ക് അണുവിമുക്തമായ. sterile എന്ന് പറഞ്ഞാൽ അണുവിമുക്തമായ. Sterile technique or aseptic technique is a method used to avoid contamination from infectious agent, and it is used to keep alive a germ-free environment in the operating room. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Dash technique is a method used to avoid contamination ഒഴിവാക്കാൻ അല്ലെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഏത്? സ്റ്റെറൈൽ ടെക്നിക് ഓർ aseptic എന്ന് പറയുന്നത്. aseptic, sterile. asepticന്റെ മറ്റൊരു വേർഡാണ് സ്റ്റെറൈൽ. എന്താണ് മീനിങ്? സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താ? അണുവിമുക്തമായ മെത്തേഡ് ഉപയോഗിക്കും. എന്തിനു വേണ്ടി? ടു അവോയ്ഡ്. അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ്, തടയുക. മെത്തേഡ് ഈസ് യൂസ്ഡ് ടു prevent contamination from infectious agent. ഇൻഫെക്ഷൻ ഉള്ള ഏജൻസിൽ നിന്ന് കണ്ടാമിനേഷൻ ആവാതെ അല്ലെ കണ്ടാമിനേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കീപ് എലൈവ് germ-free environment. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഓപ്പറേറ്റിംഗ് റൂമില് എങ്ങനെയുള്ള അന്തരീക്ഷം ആയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? germ-free ആയിരിക്കണം അല്ലെ. ഒരു സൂക്ഷ്മാണുക്കൾ ഉണ്ടാകാൻ പാടില്ല. അതായത് അവിടെ എന്തെങ്കിലും മൈക്രോബ്സ് ഉണ്ടെങ്കിൽ ആ സർജറി ചെയ്യുമ്പോൾ അയാൾക്ക് ആ ഒരു എന്താ പറയാ ഓപ്പണിങ് അല്ലെ, ആ ഒരു കട്ടി കൂടെ ആ ഇൻഫെക്ഷൻ കയറില്ലേ? ഒരു എന്തെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യതയില്ലേ അല്ലെ? നമ്മുടെ കയ്യോ കാലോ ഒക്കെ എന്തെങ്കിലും ഒന്ന് ചെറിയൊരു മുറിഞ്ഞോ, നമ്മൾ എന്തെങ്കിലും ഒരു അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് പെട്ടെന്ന് അവിടെ ഇൻഫെക്ഷൻ വരുമില്ലേ? വല്ല പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാലേ, പ്രത്യേകിച്ച് ഒരു വൂണ്ട്, ഒരു മുറിവിൽ കൂടെ ഇൻഫെക്ഷൻ ഒക്കെ പെട്ടെന്ന് കയറാം അല്ലേ? അപ്പൊ അങ്ങനെ വീണ്ടും ആ പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഒക്കെ എന്താ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെ, അല്ലെങ്കിൽ germ-free environment ഓപ്പറേറ്റിംഗ് റൂമില് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ aseptic ടെക്നിക്ക് അത് ഉപയോഗിക്കുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ഇൻഫെക്ഷസ് ഏജൻസ് അല്ലെ, അതിൽ നിന്ന് നമുക്ക് കണ്ടാമിനേഷൻ ആകുന്നത് എന്താണ്? പ്രിവെന്റ് ചെയ്യുക, തടയുന്നതിന് വേണ്ടിയിട്ട്. കണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ മലിനമാവുക അല്ലെ, മലിനമാകുന്നത് തടയാൻ വേണ്ടിയിട്ട് അതേപോലെയുള്ള ഒരു germ-free environment ഓപ്പറേറ്റിംഗ് റൂമില് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്? ഒരു പോളിസി എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട പോളിസികൾ. മനസ്സിലായില്ലേ? അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ പോരെ, അതായത് എന്താന്നുള്ളത്. ഓക്കെ, ആദ്യം ഫസ്റ്റ് നമ്മൾ എയിം എന്താന്ന് പറയണം? ID കാർഡ് കാണിക്കണം സ്റ്റാഫിന്റെ. പിന്നെ ആർട്ടിഫിഷ്യൽ നെയിൽ, എക്സ്റ്റൻഡേഴ്സ്, ചിപ്ഡ് നെയിൽ പോളിഷ്, ഇതൊക്കെ മൈക്രോ ഓർഗാനിസം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതൊക്കെ ഒഴിവാക്കണം. പിന്നെ ജ്വല്ലറി ഒഴിവാക്കണം. സർജിക്കൽ ക്ലോത്ത്സുകൾ ധരിക്കണം അല്ലെ, സർജിക്കൽ ക്ലോത്ത്സ് ധരിക്കണം. പിന്നെ ഷൂ കവറ്, പിന്നെ ക്യാപ്സ്, ഹെഡ് കവർ ചെയ്യാൻ ക്യാപ്സ് ഉപയോഗിക്കണം. സർജിക്കൽ മാസ്കുകൾ ഉപയോഗിക്കണം. പിന്നെ സർജിക്കൽ ഹാൻഡ് സ്ക്രബ് പറഞ്ഞത്, അതായത് നമ്മുടെ കൈ നന്നായിട്ട് കഴുകിയതിനു ശേഷം മാത്രമേ ആ സ്റ്റെറൈൽ ഗ്ലൗസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെന്റ് എപ്പോഴും germ-free ആയിരിക്കണം അല്ലെ. ആ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവിടെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. asepsis denote the absence of disease causing microorganisms. Okay,
അടുത്ത് നോക്കിയ നെക്സ്റ്റ് എന്താണ്? ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരിയസ് ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീങ് ഡൺ. നോക്കിയേ, അതായത് നമ്മൾ അവിടെ സർജറി പല പല സർജറികളാ ചെയ്യുന്നത് അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിൽ. അപ്പൊ ഏത് തരത്തിലുള്ള സർജറി ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓപ്പറേഷൻ റൂം വ്യത്യാസപ്പെടാം. വേരിയസ് ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീങ് ഡൺ. ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മളിപ്പോ കാർഡിയാക്ക് സംബന്ധമായിട്ടുള്ള ഒരു സർജറി ചെയ്യുകയാണെങ്കിലും അതേ ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ വേണം അല്ലെ. അത് പല പല എന്താ പറയാ, ഇപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓർമ്മയായിരിക്കും. ഓരോന്നിനും സ്പെഷ്യൽ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവില്ലേ. കൈയുടെ ഇപ്പൊ ഒരു കണ്ണിന് ഒരു കാറ്ററാക്ട് ഒരു തിമിരം സർജറി പറഞ്ഞെങ്കിൽ കാർഡിയാക്ക് റിലേറ്റ് ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ അതാ പറഞ്ഞേക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് സർജറി ആണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ഓപ്പറേറ്റിംഗ് റൂം അല്ലെ അത് എന്താ വ്യത്യാസപ്പെടാം. വേരിയസ് എന്ന് പറഞ്ഞേക്കണേ വ്യത്യാസപ്പെടാം. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്? അവിടെ നടത്തുന്ന സർജറിനെ അനുസരിച്ച്. അതായത് എന്താ പറഞ്ഞ ഏത് ടൈപ്പ് ഓഫ് സർജറിയാണ് നടത്തുന്നതിന് അനുസരിച്ച് അതിനകത്തുള്ള ഫെസിലിറ്റികളിലൊക്കെ വ്യത്യാസം വരണ്ടേ അല്ലെ. ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരണ്ടേ. അപ്പൊ അങ്ങനെ ചെറിയ വ്യത്യാസമൊക്കെ വരാം. ഓക്കെ, ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. അപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഇൻ ദ സെന്റർ ഓഫ് ദ റൂം ഷുഡ് ബി ഏബിൾ ടു റൈസ് ലോവർ ആൻഡ് ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ് വേണ്ടത്? ഓപ്പറേറ്റിംഗ് ടേബിൾ വേണം. ഓപ്പറേറ്റിംഗ് ടേബിൾ വേണം. അവിടുത്തെ ഫെസിലിറ്റികളിൽ വ്യത്യാസം വരാന്ന് പറഞ്ഞേക്കണേ അല്ലെ. വേരിയസ് ഡിപ്പെൻഡ് ഓപ്പറേറ്റിംഗ് റൂം വേരിയസ്. ഓപ്പറേറ്റിംഗ് റൂം വ്യത്യാസപ്പെടാം. എന്തിലാ വ്യത്യാസപ്പെടുന്നേ? എന്തിലാണ്? അവിടുത്തെ സൗകര്യങ്ങളിൽ. ഏത് ടൈപ്പ് ഓഫ് സർജറി ആണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികളിൽ വ്യത്യാസപ്പെടാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ശരിക്കും വേണ്ടത്? നോക്കിയ കോമൺ ആയിട്ട് വേണ്ടത് എന്താ? ഓപ്പറേറ്റിംഗ് ടേബിൾ. ഓപ്പറേറ്റിംഗ് ടേബിൾ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഓപ്പറേറ്റിംഗ് ടേബിൾ അത് എവിടെയായിരിക്കണം? ഇൻ ദ സെന്റർ ഓഫ് ദ റൂം. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഓപ്പറേറ്റിംഗ് ടേബിൾ എവിടെയായിരിക്കണം? എവിടെയായിരിക്കണം? സെന്ററിലായിരിക്കണം. സെന്റർ ഓഫ് ദ റൂം. റൂമിന്റെ സെന്ററിൽ ഷുഡ് ബി ഏബിൾ ടു. ഇനി ആ ഓപ്പറേറ്റിംഗ് ടേബിളിന് എന്തിനുള്ള ഒരു ഇത് വേണം? ഷുഡ് ബി ഏബിൾ ടു റൈസ് ഉയർത്താനായിട്ട്, ലോവർ താഴ്ത്താനായിട്ട്, ആൻഡ് ടിൽറ്റ് എന്ന് പറഞ്ഞാൽ ചെരിക്കുക, ചെരിവ് വേണം. ഇൻ എനി ഡയറക്ഷൻ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കൊക്കെ ചിരിക്കാനായിട്ട്. അതായത് നമ്മുടെ സാധാരണ ബെഡ് പോലെ ആവരുത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, സിനിമയിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടില്ലേ. ഇനിയിപ്പോ നേരിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാത്തവരാണെങ്കിലും വെറുതെ പ്ലെയിൻ ഒരു സർഫസിൽ പേഷ്യന്റിനെ കിടക്കാൻ പറ്റൂല അല്ലെ. ചിലപ്പോ നമുക്ക് കുറച്ച് ഉയർത്തി നിർത്തേണ്ടതായിരിക്കും സർജറി ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോ ഒരു വശം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയാണ് ചിലപ്പോ അവര് പതുക്കെ സർജറി ചെയ്യുമ്പോൾ അവരെ ഒന്ന് ചെരിച്ച് കിടക്കുന്നതായിരിക്കും. അപ്പൊ പേഷ്യന്റിന് ഒന്നിച്ചിരിക്കാനൊന്നും പറ്റൂല്ലോ അല്ലെ ആ സമയത്ത്. അപ്പൊ എന്ത് ചെയ്യണം? ബെഡ് പതുക്കെ ചെരിച്ചാൽ മതി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ വേണം. എന്തിനാ? ഉയർത്താനും, ആവശ്യത്തിന് ഉയർത്താനും താഴ്ത്താനും ചിരിക്കാനും, ഏത് ഡയറക്ഷനിലേക്കും ചിരിക്കാനും ഒരു ചെരിവുള്ള രീതിയിലുള്ള പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ വേണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ദ ഓപ്പറേറ്റിംഗ് റൂം ലാമ്പ്. ഇനി നോക്കിയേ, ലാമ്പ് വേണ്ടേ? ലാമ്പ് എന്താ? ലൈറ്റ് വേണ്ടേ അവിടെ? അലോ ഫോർ ബ്രില്യന്റ് ഇലൂമിനേഷൻ. ഒരു ഡിം ലൈറ്റിലൊക്കെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുമോ? ഇരുട്ടത്ത അല്ലെങ്കിൽ ഡിം ലൈറ്റിലൊന്നും പറ്റില്ല. വളരെ ക്ലിയർ ആയിട്ട് കാണണം അല്ലെ. ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണണം. അപ്പൊ അതുകൊണ്ട് എങ്ങനെയായിരിക്കും? ബ്രൈറ്റ് ഇലൂമിനേഷൻ, ഉജ്ജ്വല തിളക്കം വേണം, നല്ല ലൈറ്റ് വേണം. വിത്തൗട്ട് ഷാഡോ ഇൻ ദ കേസ് ഓഫ് സർജറി. ഒരു നിഴലൊന്നും പാടില്ല, ഷാഡോ പാടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പൊ പേഷ്യന്റ് കിടക്കുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ മുകളിൽ തന്നെ ഒരു 5-6 ബൾബൊക്കെ ഉള്ളൊരു വലിയ സിനിമകളൊക്കെ ആണെങ്കിൽ കാണാലോ, അല്ലെങ്കിൽ നേരിട്ട് കയറിയവർക്ക് അറിയാം. ആദ്യം തന്നെ അവർ ആ ലൈറ്റ് ഇടൂല്ലേ, ആ വലിയ ലൈറ്റ് നമ്മുടെ ആ പേഷ്യന്റ് കിടക്കുന്നതിന്റെ മുകളില് വലിയ ലൈറ്റ് ഇടും. അത് തന്നെ ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ആയിരിക്കും.
അല്ലെ, നല്ല ബ്രില്യന്റ് ലൂമിനേഷൻ, ഉജ്ജ്വല തിളക്കം, അതായത് ഉജ്ജ്വലമായ പ്രകാശം കണ്ടിട്ടുണ്ട്. അതെ, കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കയറിയവർക്ക് അറിയാം സർജറി സമയത്ത് അല്ലെ. പക്ഷെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം പോലെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എന്താ, നല്ല ലൈറ്റ്, ഉജ്ജ്വലമായ പ്രകാശം വേണം. പിന്നെ അതുപോലെ തന്നെ സർജറി ഒന്നും ചെയ്യുമ്പോൾ ഷാഡോ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ബാക്കിൽ നിന്ന് ലൈറ്റ് വരുമൊക്കെയാണെങ്കിൽ ചിലപ്പോ നമ്മുടെ ഒരു ഷാഡോ വരും, നിഴല് വരും. അപ്പൊ അങ്ങനെയൊന്നും പാടില്ല അവിടെ കേട്ടോ. വിത്തൗട്ട് ഷാഡോ ഇൻ ദ കേസ് ഓഫ് സർജറി. സർജറി സമയത്ത് നമുക്ക് ഷാഡോയൊന്നും പറയാൻ പാടില്ല. അടുത്ത നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ്, പേഷ്യന്റ് വിൽ ബി ലിങ്ക്ഡ് ടു ഡിഫറെന്റ് മോണിറ്റേഴ്സ് ദാറ്റ് കീപ് ട്രാക്ക് ഓഫ് വൈറ്റൽ സൈൻസ്. വൈറ്റൽ സൈൻസ് എന്ന് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്ത് ഇപ്പൊ BP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മോണിറ്റർ ചെയ്യാൻ, വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രധാനമായ അടയാളങ്ങൾ. അതായത് ഇപ്പൊ നോർമലി പേഷ്യന്റിന്റെ BP, വെയിറ്റ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നോർമല് മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇവിടെ ഡിഫറെന്റ് മോണിറ്റേഴ്സുമായിട്ട് പേഷ്യന്റിനെ ലിങ്ക് ചെയ്യണം. അതായത് സർജറി ചെയ്യുമ്പോൾ തന്നെ അവർക്കിടെ PCT ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കൂലേ, അവർക്കിടെ ഇതൊക്കെ ഇമ്പൾസുകളൊക്കെ പോകുന്നതും ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് കാണിക്കാൻ പറ്റും നമുക്ക് ഓരോ ഇതുമൊക്കെ. അതെ, അവിടെ കൊടുത്തേക്കട്ടെ, ദീസ് കൺസിസ്റ്റ് ഓഫ് ഹാർട്ട് റേറ്റ്, നമ്മുടെ ഹൃദയമിടിപ്പ് അത് നോക്കാൻ. അപ്പൊ സർജറി ചെയ്യുമ്പോഴൊക്കെ അതിന്റെ അതൊക്കെ ഒരു മെഷീനിലേക്ക് മോണിറ്റർ ഇത് ആക്കിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നോക്കിയേ പറഞ്ഞേക്കണേ, ദീസ് കൺസിസ്റ്റ് ഓഫ് ഹാർട്ട് റേറ്റ് നോക്കാൻ ഹോൾട്ടർ മോണിറ്റർ ആണ് നോക്കണേ. ഹാർട്ട് റേറ്റ്, ദെൻ ആൻഡ് ബ്ലഡ് പ്രഷർ, സിഗ്നോ മാനോമീറ്റർ, ബ്ലഡ് പ്രഷർ മോണിറ്റർ, ഇതൊക്കെ എപ്പോഴും പെർഫോം ചെയ്യുമ്പോൾ, സർജറി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പപ്പോ നമുക്കത് ഒന്ന് മോണിറ്റർ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല മോണിറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പേഷ്യൻസിനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ അതിലെന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതും അത് നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പൊ അവർക്ക് നേരെ നോക്കി അറിയാം, സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്റ്റ് നോക്കി അറിയാൻ പറ്റും എല്ലാം ഓക്കെ ആണോ, എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ തന്നെ അവര് മോണിറ്റർ ചെയ്യാനായിട്ട് പേഷ്യൻസിനെ ഇങ്ങനെ പല മോണിറ്റേഴ്സിലേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും വരുന്നത്, ദീസ് കൺസിസ്റ്റ് ഓഫ് യുവർ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ബ്ലഡ് പ്രഷർ, BP, ബ്ലഡ് പ്രഷറും മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കിയേ, എ വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ് ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ കേട്ടോ. വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ, വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ്സ് ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. ആ ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ ഹെഡിലെ തന്നെ തലഭാഗത്തായിട്ട്, പേഷ്യന്റിന്റെ ഹെഡിന്റെ ഭാഗത്തായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്, ഒരു വെന്റിലേറ്റർ. വെന്റിലേറ്റർ എന്താണ്, നോർമൽ ആയിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തപ്പോൾ അല്ലെ, ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ലെൻസിന്റെ വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്ന മെഷീനാണ് വെന്റിലേറ്റർ അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് നോർമലി ബ്രീത്ത് ചെയ്യാൻ പറ്റും. അവർക്ക് നമ്മൾ അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ടാ ചെയ്യുന്നേ. അപ്പൊ അവർക്ക് നോർമലി ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ ബ്രീത്ത് ചെയ്യാനായിട്ട് എന്ത് വേണം, എന്തിന്റെ ഹെൽപ്പോട് കൂടിയാ. അപ്പൊ അവിടെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്ത് മാസ്ക് വെക്കൂലേ സർജറി ചെയ്യുമ്പോൾ, ഓക്സിജൻ തരണോ, അങ്ങനെ. അതാണ് ബ്രീത്തിങ് മെഷീൻ, വെന്റിലേറ്ററിൽ കൂടി ആയിരിക്കും എന്ത് തരുന്നത്, നമുക്ക് ബ്രീത്തിങ്, ഓക്സിജൻ തരണ്ടേ, നമുക്ക് ബ്രീത്തിങ് നിലനിർത്തണ്ടേ, കൃത്രിമ ശ്വസനം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ, ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യുന്ന മെഷീനാണ് വെന്റിലേറ്റർ. അപ്പൊ ലങ്സിന് നോർമലി ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബ്രീത്തിങ് ആരാണ്, ലങ്സ് അല്ലേ. അപ്പൊ ലങ്സിന് നോർമലി ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ലങ്സ് ചെയ്യുന്ന ജോലി ആര് ചെയ്യും, വെന്റിലേറ്റർ ചെയ്യും. അപ്പൊ വെന്റിലേറ്ററിൽ കൂടിയാണ് ബ്രീത്തിങ് നടത്തുന്നത്. അപ്പൊ അത് അവർക്ക് ആ പേഷ്യന്റിന് എന്താണ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ എവിടെ വെച്ചിട്ടുണ്ട്, പേഷ്യന്റിന്റെ ഹെഡിന്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇഫ് ദ പ്രൊസീജിയർ ഈസ് ഡൺ അണ്ടർ ജനറൽ അനസ്തീഷ്യ. അത് നിങ്ങൾക്ക് ഇത് എപ്പോഴാ നടത്തുന്നത്, the procedure is done
under general anesthesia. The ventilator or will breathe for you in the course of the procedure, moving oxygen and air in and out of the lungs. അത് കേട്ടിട്ടുണ്ടോ? ജനറൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഫുള്ളായിട്ട് പിന്നെ നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല, ഫുള്ളായിട്ട് നമ്മൾക്ക് എന്താ പറയാ മയക്കും അല്ലെ? ഫുള്ളായിട്ട് നമ്മൾ മയക്കും. അതാണ് ജനറൽ അനസ്തേഷ്യ. ലോക്കൽ അനസ്തേഷ്യ, 2 തരത്തിലുള്ള അനസ്തേഷ്യ പറയുന്നത്. ഒന്നാമത്തെ ജനറൽ അനസ്തേഷ്യ, രണ്ടാമത്തെ ലോക്കൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ ബോഡി പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു? സെഡേഷൻ ഇതാവും, നമുക്ക് ഒരു ഇതില്ല അല്ലെ? നമ്മളൊരു അൺകോൺഷ്യസ് മൈൻഡ് ഇതിലേക്ക് വരിക, നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല അല്ലെ? ആ സർജറി ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഓക്കെ ആവുമ്പോഴാണ് നമുക്ക് പിന്നെ നമ്മുടെ ബോധം വരുള്ളൂ. ഫുള്ള് നമ്മളെന്താ അൺകോൺഷ്യസ് ആവും. അതാണ് ഏത്? ജനറൽ അനസ്തേഷ്യ. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ആ പർട്ടിക്കുലർ ഭാഗം മാത്രമേ മരവിപ്പിക്കുള്ളൂ. ഇപ്പൊ ഡെലിവറി ഒക്കെ നമ്മളിപ്പോ സിസേറിയനൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മുടെ ആ വയറിന്റെ ഭാഗം മാത്രല്ലേ അല്ലേ? ലോക്കൽ ആ സ്പെസിഫിക് പാർട്ട് മാത്രം, എവിടെയാണ് സർജറി ചെയ്യുന്നത് ആ ഭാഗം മാത്രമേ മരവിപ്പിക്കുള്ളൂ. അതാണ് ലോക്കൽ അനസ്തേഷ്യ. അപ്പൊ നമുക്ക് എന്തായി ഇത് വെക്കേണ്ട ആവശ്യമില്ല അല്ലെ? വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ബാക്കി നമ്മുടെ ബോഡിയിൽ ഇതൊക്കെ നടക്കുമല്ലോ. ആ ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമുക്ക് നമുക്ക് ഇതൊക്കെ ആണെങ്കിൽ ഡെന്റിസ്റ്റ് ഓക്കെ, ഡെന്റിസ്റ്റ് എന്നൊക്കെ കുറെ ഉണ്ട് അല്ലെ? നമുക്ക് ഇപ്പൊ കൈയുടെ മാത്രം ചെയ്യണമെങ്കിൽ, അത് കാലിന്റെ മാത്രം സർജറി ചെയ്യണമെങ്കിൽ ആ ഭാഗം മാത്രം നമുക്ക് മരവിച്ചാൽ മതി, ബോഡി ഫുള്ള് ഇതാക്കണ്ട അല്ലെ? ലോക്കൽ അനസ്തേഷ്യ മതി, ആ ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം മരവിപ്പിക്കുക ചെയ്യുള്ളൂ. എന്നാൽ ജനറൽ അനസ്തേഷ്യക്ക് ഫുള്ള് മയക്കുക ചെയ്യുന്നത്. നമ്മള് ആ പേഷ്യന്റ് ഫുള്ള് ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് വരിക. അപ്പൊ ഈ പ്രൊസീജിയർ, അതായത് വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ ഉപയോഗിക്കുന്നത് ഏത് സമയത്താ? ഏത് അനസ്തേഷ്യക്കാ? ജനറൽ അനസ്തേഷ്യ. കണ്ടോ? If the procedure is done under general anesthesia, a ventilator will breathe for you in the course of this procedure. ആ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ബ്രീത്ത് ചെയ്യാനായിട്ട് ആ വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യും. Moving oxygen and air, oxygen and air in and out of the lungs. ലങ്സിലേക്ക് എയർ എടുക്കാനും നമുക്ക് നമ്മുടെ നോർമൽ ബ്രീത്തിങ് ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യും. അടുത്ത് നോക്കിയേ, ജെം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് സർജറി. കണ്ടോ? സർജറി ചെയ്യുന്ന സമയത്ത് ജെം ഫ്രീ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ എന്താണ്? നമുക്ക് കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇൻഫെക്ഷൻ വരും. അപ്പൊ അതുകൊണ്ട് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യണം? ജെം ഫ്രീ ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സ്റ്റെറിലൈസേഷൻ ചെയ്യണം അല്ലെ? സർജറിക്ക് 2ാമത്തെ ചാപ്റ്ററിൽ മൊഡ്യൂളിൽ പഠിക്കാണ്ട് കേട്ടോ, CSST പഠിക്കാണ്ട്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ സർജറി ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്താക്കണം? ജെം ഫ്രീ ആക്കണം, സ്റ്റെറിലൈസേഷൻ ചെയ്യണം. അങ്ങനെ ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമുക്ക് സർജറി സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ അടുത്ത ഡയാതെർമി മെഷീൻ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. A diathermy machine to control bleeding. ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഡയാതെർമി മെഷീൻ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. Diathermy machine to control bleeding usually is present. നമുക്ക് ഈ ബ്ലീഡിംഗ് ഒക്കെ വരാം അല്ലെ? സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഓവറായിട്ട് വല്ല ബ്ലീഡിംഗ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെ നമ്മുടെ ബ്ലീഡിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ, ഡയാതെർമി മെഷീൻ to control bleeding. Okay, diathermy machine to control bleeding. Underline ചെയ്യട്ടോ. To control bleeding. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്. If the surgery requires it, a heart lung machine or other specialized tool may be brought into the room. If the surgery requires, സർജറിക്ക് നമുക്ക് ആവശ്യമായിട്ട്
നമുക്ക് സർജറിയൊക്കെ സർജറിക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഹാർട്ട് ലങ് മിഷീൻ എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന് നോർമൽ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹാർട്ടിന്റെ സർജറി ചെയ്യുന്നേ ബൈപ്പാസ് സർജറിയാണ് ചെയ്യുന്നത്. അപ്പൊ ഹാർട്ടിന് നോർമൽ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റോ? ഇല്ല. ആ സർജറി ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന്റെയും ലങ്സിന്റെയും പ്രവർത്തനം ചെയ്യാൻ സഹായിക്കുന്ന മെഷീനാണ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം. സർജറി ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന്റെയും ലങ്സിന്റെയും ആ പ്രവർത്തനം അല്ലെ, ലങ്സിന്റെയും പ്രവർത്തനം ചെയ്യാൻ, അതിന്റെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന മെഷീനാണ് ഹാർട്ട് ലങ് മെഷീൻ. ഹാർട്ടിനെയും ലങ്സിനെയും ഹെൽപ്പ് ചെയ്യുന്ന മെഷീൻ. ഓക്കെ, ഹാർട്ട് ലങ് മെഷീൻ ഓർ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾ, അല്ലെങ്കിൽ മറ്റുള്ള സ്പെഷ്യലൈസ്ഡ് പ്രത്യേകമായിട്ടുള്ള ടൂളുകൾ, ഉപകരണങ്ങൾ മേ ബി ബ്രോട്ട് ഇൻടു ദ റൂം, ആ റൂമിൽ വേണം. അപ്പൊ നമുക്ക് ആവശ്യമാണെങ്കിൽ മതി, ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സർജറിക്ക് ആവശ്യമാണെങ്കിൽ ഹാർട്ട് ലങ് മെഷീൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ എന്ത് ചെയ്യണം, ആ റൂമിൽ വേണം, ബ്രോട്ട് ഇൻടു ദ റൂം. Then last point നോക്കി എന്താ, the operating room will likely to be cold to reduce bacterial growth. ബാക്ടീരിയയുടെ ഗ്രോത്തിനെ തടയുന്നതിന് വേണ്ടി, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് റൂമില് എന്ത് ടെമ്പറേച്ചർ നിലനിർത്തണം, കോൾഡ് ടെമ്പറേച്ചർ അല്ലെ, തണുത്ത ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. The operating room will likely to be cold to reduce bacterial growth. Bacterial growth തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് റൂമില് ടെമ്പറേച്ചർ എങ്ങനെയാ, കോൾഡ് ആയിരിക്കണം, തണുത്ത ടെമ്പറേച്ചർ വേണം. കോൾഡ് ടെമ്പറേച്ചർ ഇതിനു വേണ്ടിയാ, ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഓരോ നമ്മുടെ റൂം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലും വേണ്ട ഫെസിലിറ്റി, സൗകര്യങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞേക്കണേ. ഫെസിലിറ്റീസ് ഓക്കെ. എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കണേ, ഓപ്പറേറ്റിംഗ് റൂമില് ആ ടേബിള്, ഓപ്പറേറ്റിംഗ് ടേബിള് സെന്റർ ആയിരിക്കണം. അത് ഉയർത്താനും താത്താനും ചെരിക്കാനും പറ്റുന്ന, ഏത് ഡയറക്ഷനിലേക്കും ചെരിക്കാനും പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ വേണം. പിന്നെ എന്താ പറഞ്ഞേക്കണേ, ഓപ്പറേറ്റിംഗ് റൂം ലാമ്പ്, ലൈറ്റുകൾ, ഇതിനു വേണ്ടി ഒരു ഉജ്ജ്വലമായിട്ടുള്ള പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് അതേ രീതിയിലുള്ള ലൈറ്റുകൾ വേണം. സർജറി സമയത്ത് ഷാഡോ നീലൊന്നും വരാൻ പാടില്ല. പിന്നെ അടുത്തത് പേഷ്യൻസിനെ എന്തുമായിട്ട് ലിങ്ക് ചെയ്തേക്കണം, പല മോണിറ്റേഴ്സുമായിട്ട് അല്ലെ, അവരുടെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ഇതൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് ആ മോണിറ്ററേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യണം. പിന്നെ അടുത്തത് ജനറൽ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുമ്പോൾ പേഷ്യൻസ് ഫുള്ളി അവര് അൺകോൺഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ അവർക്ക് നോർമൽ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീന് അത് ആ പേഷ്യൻസിന്റെ ഹെഡില്, ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ തലഭാഗത്ത് വീണം. പിന്നെ അടുത്തത് നോക്കി, ജെയിം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് വേണം. ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ജെയിം ഫ്രീ ആയിരിക്കണം. പിന്നെ അടുത്തത് ഡയാതെർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ ഡയാതെർമി മെഷീൻ വേണം. പിന്നെ അടുത്തത് നമ്മൾ ആവശ്യമാണെങ്കിൽ, സർജറിക്ക് ആവശ്യമാണെങ്കിൽ ഹാർട്ടിനെയും ലങ്സിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന മെഷീൻസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് വേണം. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത്, ഓപ്പറേറ്റിംഗ് റൂമില് എപ്പോഴും കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം. എന്തിനു വേണ്ടി, ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. എല്ലാ പോയിന്റ്സും ക്ലിയർ അല്ല എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? ആണോ? ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ ഇങ്ങനെ കുറെ തമ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സുകളും നീങ്ങി പോണ്ട്. ക്ലിയർ ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ, അടുത്ത സെക്ഷനിലേക്ക് പോകാലോ. ഓക്കെ, എനിക്ക് ഇത്ര സുഖമില്ല, ഒരു കോൾഡൊക്കെയാണ്. എല്ലാവർക്കും ഒക്കെ സുഖമില്ലല്ലോ, വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഒക്കെ അസുഖമാണ്. അതിന്റെ ഒരു ചെറിയൊരു കുഴപ്പമില്ല, അതിനും ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? ക്ലാസ്സില് സൗണ്ടൊക്കെ അടങ്ങിയിരിക്കുക, അതുകൊണ്ടാണ് ചോദിച്ചേ. ഒരു ക്ലാസ് കളയണ്ടല്ലോ, അതുകൊണ്ട് ലീവ് എടുക്കില്ല. അടുത്ത നോക്കി, സോണിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ. ഇനി ഓപ്പറേഷൻ തിയേറ്റർ സോണാണ് പറഞ്ഞേക്കുന്നത്.
Okay, the OT suit is a potential source of hospital infection in general and wound infection in particular. അതൊക്കെ OT suit എന്ന് പറഞ്ഞ റൂം ആണ് കേട്ടോ. റൂം ഒന്ന് എഴുതി വെച്ചവിടെ. OT suit എന്ന് പറഞ്ഞ okay. The OT suite is a potential source of operation room in the operation theater. Like OT suite, operation theater room in the is a potential source of hospital infection in general and wound infection in particular. Surgical site infection. Like in the infection സാധ്യതയുള്ള ഒരു ഉറവിടമാണ് ശരിക്കും. അതായത് ഇപ്പൊ നമ്മൾ അവിടെ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പൊ വേണമെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് മലിനമാണ്, എന്താ പറയാ, സ്റ്റെറിലൈസ് ചെയ്യാത്ത ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ സർജറി ചെയ്യാൻ ഉപയോഗിക്കുന്നെങ്കിൽ ആ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ തന്നെ ആ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യൽ സോഴ്സ് ആണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷന്റെ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ എന്താ? ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ. അതായത് ഇപ്പൊ നമ്മൾ ആ വൂണ്ടിൽ കൂടെ ഒക്കെ, അതായത് ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ആ സർജറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വല്ല മലിനമാണെങ്കിൽ അതിൽ കൂടെ പേഷ്യന്റിന് എന്ത് വരാം? ഇൻഫെക്ഷൻ വരാം. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷന്റെ ഒരു സാധ്യതയുടെ ഉറവിടമാണ് ഓപ്പറേഷൻ തിയേറ്റർ റൂം എന്ന് പറയുന്നത്. ദിസ് ഷുഡ് ബി പ്ലാൻഡ് വിത്ത് ദ എയിം ഓഫ് റിഡ്യൂസിംഗ് ദ റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. കണ്ടോ? അപ്പൊ ഈ സ്യൂട്ട് നമ്മുടെ ഈ റൂം എങ്ങനെ പ്ലാൻ ചെയ്യണം? With the aim of, എന്ത് ഉദ്ദേശത്തോടു കൂടി? Of reducing the risk of hospital infection. കണ്ടോ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കുറയ്ക്കുക. റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കുറയ്ക്കുക. ആ ഒരു ഉദ്ദേശത്തോടു കൂടി വേണം ഈ ഒരു റൂം പ്ലാൻ ചെയ്യാൻ, ആസൂത്രണം ചെയ്യാൻ. കണ്ടോ? അതായത് ഇപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അടുത്ത മൊഡ്യൂളില്, രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. HAI പഠിക്കാനുണ്ട്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അപ്പൊ ഈ ഹോസ്പിറ്റൽ ഇൻഫെക്ഷന്റെ സാധ്യത അത് റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വേണം ഏത് പ്ലാൻ ചെയ്യാനായിട്ട്? OT സ്യൂട്ട്. കണ്ടോ? പറഞ്ഞേക്കുന്നത് ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തതായിരിക്കണം ഓരോ ഓപ്പറേഷൻ റൂമും അല്ലെങ്കിൽ സ്യൂട്ടും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അങ്ങനെ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുക എന്ന ഒരു പ്ലാനോട് കൂടി ആയിരിക്കണം നമ്മൾ ആ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ആ സ്യൂട്ട്, ആ റൂം സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നോക്കിയാൽ അപ്പൊ കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസാ പറഞ്ഞേക്കണേ. ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രേഷ്മ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറയുമോ? എന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോളെ? അത് ഇതിനകത്തൊക്കെ നമ്മളെ പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സ് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഇന്ന് എടുത്തതില് എന്താണ്, ആരൊക്കെയാണ് ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ് പറഞ്ഞത്. അത് എല്ലാ എക്യുപ്മെന്റ്സിന്റെ പേര് പഠിക്കണം. പിന്നെ സ്റ്റാഫ് ആരൊക്കെയാന്നുള്ളത്, സ്റ്റാഫുകൾ ആരൊക്കെയാന്നുള്ളത് ആ പേരുകൾ പഠിക്കണം. അതിന്റെ ഒപ്പം തന്നെ ഓരോന്നും തരാം. ഇപ്പൊ തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് അതിന്റെ ഒപ്പം തന്നെ കൊടുത്തല്ലേ. അപ്പൊ ഹൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ആ രീതിയിലും ചോദിക്കാം അവിടെ. പിന്നെ പോളിസികൾ, അതിനകത്ത് നമുക്ക് പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെന്നുള്ള രീതിയിൽ അതേന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അത് പോയിന്റ്സുകൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അടുത്തത് എന്തൊക്കെ ഫെസിലിറ്റികളാണ് എന്നാ പറഞ്ഞേക്കണേ. എന്തൊക്കെ ഫെസിലിറ്റികൾ, ഇത് പോയിന്റ്സ് തന്നെ. അപ്പൊ പോയിന്റ്സ് വായിച്ചു വെക്കാം കേട്ടോ. അതിനകത്ത് പിന്നെ ഡയാതെറമി മെഷീൻ ഒക്കെ പറഞ്ഞു, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം അവിടെ കേട്ടോ. പിന്നെ പോയിന്റ്സുകൾ വായിക്കാം. പിന്നെ ഡാഷ് ഇട്ട് നിങ്ങൾക്ക് വായിക്കുമ്പോ നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാം എന്നുള്ള ഒരു ചാൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. വൂണ്ട് ഇൻഫെക്ഷൻ, വൂണ്ട് എന്ന് വെച്ചാൽ എന്താ? മുറിവ്, മുറിവിൽ കൂടിയുള്ള ഇൻഫെക്ഷൻ. അതാ പറഞ്ഞത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ആ സർജറി ചെയ്യുന്ന സൈറ്റിൽ കൂടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. വൂണ്ട് എന്ന് പറഞ്ഞ മുറിവല്ലേ, മുറിവിൽ കൂടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ.
സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആട്ടോ അത്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. അതാണ് അത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതല്ലേ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ അല്ലേ അത്, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ. സർജറി ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം കണ്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു OT സ്യൂട്ട് പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെ വേണം, ആ ഹോസ്പിറ്റൽ ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്ന രീതിയിൽ കണ്ടോ, കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വേണം ആസൂത്രണം ചെയ്യാനായിട്ട്. ക്ലിയർ ആയില്ലേ അത്? അങ്ങനെ വേണം നമ്മൾ ഓരോ ഓപ്പറേഷൻ തിയേറ്റർ റൂമും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്, ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇതിനു വേണ്ടിയാ, ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾ. അതൊന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തവിടെ. ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ റൂമാണ് കേട്ടോ. ROOM, മുറി. സ്യൂട്ട് മുറി, റൂം. OT സ്യൂട്ട്, സ്യൂട്ട് എന്ന് പറഞ്ഞാൽ മുറിയാണ്, റൂമാണ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ റൂം. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കി, ജനറൽ പ്രിൻസിപ്പിൾ അവിടെ ഉണ്ടായി വെക്കണ്ടേ, ഒന്ന് നോട്ട് ചെയ്തോ. എന്ത് പ്രിൻസിപ്പിളാ പറഞ്ഞേക്കണേ, എന്ത് പ്രിൻസിപ്പിൾ അവിടെ പറഞ്ഞേക്കണേ, ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഫോളോ ചെയ്യേണ്ട, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് നോക്കിയേ, ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. ഡേർട്ടി ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ എന്നുവെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്ത ട്രാഫിക്കുകൾ അതിൽ നിന്ന് ക്ലീൻ ആയിരിക്കണം. എപ്പോഴും അതിൽ കൂടി ഒന്നും ആളുകൾക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലെ. ജനറൽ ആയിട്ടുള്ള ഒരു പാത്ത് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതിലേക്ക് ആവരുത് നമ്മൾ ശരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരും പോണ ഒരു കോമൺ വഴിയിലോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലെ. അതായത് പീപ്പിൾ, എക്യുപ്മെന്റ്സ്, മൂവ്മെന്റ്സിനെയൊക്കെ മിനിമൈസ് ചെയ്യുക, അതാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. എന്താണ്, പേഷ്യൻസിന്റെ അല്ലെങ്കിൽ അതിൽ കൂടെ കൊണ്ടുപോകുന്ന എക്യുപ്മെന്റ്സ് ഇതിന്റെയൊക്കെ മൂവ്മെന്റ്സ് മിനിമൈസ് ചെയ്യുക, അതാണ് ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അവിടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്തോ. മൂവ്മെന്റ്സ് മിനിമൈസ് ചെയ്യുക, ആളുകളുടെ, പീപ്പിൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഇവരുടെയൊക്കെ മൂവ്മെന്റ്സ് മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക. ഫ്ലോ നോക്കിയേ, clean from dirty traffic flow within the OT suite should be kept apart as best as possible. കണ്ടോ, ഈ നമ്മളെ ഓപ്പറേഷൻ റൂമിന്റെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്, ആ ഒരു പ്രവേശന കവാടം എന്ന് പറയുന്നത്, ആ പ്രവേശന കവാടം മുതൽ നമുക്ക് അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ റൂം വരെ ഒരു ക്ലീൻനെസിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിരിക്കണം. The space in the suite have to be arranged in which a way that while moving from one space to another, അതായത് പല പല ഏരിയകൾ ഉണ്ട്. അപ്പൊ അതിന്റെ ആ നമ്മളെ എൻട്രൻസ് മുതൽ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻട്രൻസ് മുതൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ഏരിയകളെല്ലാം, എൻട്രൻസ് മുതൽ ആ ഓപ്പറേറ്റിംഗ് തിയേറ്ററിന്റെ ഓരോ സെക്ഷനുകൾ ഉണ്ടല്ലോ, ഓരോ റൂമുകളും, അവിടെ ആ ക്ലീൻനെസിന്റെ ഒരു പാത്ത് ഫോളോ ചെയ്യണം കേട്ടോ. അങ്ങനെ വേണം ആ റൂമിലെ സ്പേസുകൾ ക്രമീകരിക്കാനായിട്ട്. അതായത് ഒരു മലിനമാകേണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. അതാ പറഞ്ഞത്. മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കണം, കഴിയുന്നത്ര രീതിയിൽ നമ്മൾ മികച്ച രീതിയിൽ സൂക്ഷിക്കണം കേട്ടോ. ഫ്ലോ ഇതൊക്കെ ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക് ഫ്ലോ within the OT suite should be kept apart as best as possible. എങ്ങനെ വേണം, മനസ്സിലായില്ലേ? അതായത് ഇത്രേ ഉള്ളൂ പറഞ്ഞേക്കുന്നേ. ആളുകളുടെ അല്ലെങ്കിൽ അതിൽ കൂടെ കൊണ്ടുപോകുന്ന എക്യുപ്മെന്റ്സിന്റെ അതൊക്കെ മൂവ്മെന്റ്സ് മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക. അതാ ഞാൻ പറഞ്ഞത്. എല്ലാ ആൾക്കാർക്കും അങ്ങോട്ട് കയറേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല. ഇപ്പൊ നമ്മളെ ആണെങ്കിലും അകത്തേക്ക് കയറ്റൂല്ലോ. ആ പേഷ്യന്റിന് മാത്രല്ലേ. അതും അതുപോലെ അവർക്കടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടിയിച്ചിട്ടല്ലേ, അല്ലാതെ നമ്മുടെ നോർമൽ ഡ്രസ്സിനൊന്നും കയറ്റൂലല്ലോ. അപ്പൊ അത്രയും എന്താ പറയാ, നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറൈൽ ഏരിയ ആണത്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ ഈ എന്താ പറയുന്നേ, ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആയി പറയുന്നത്. മനസ്സിലായില്ലേ? ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് എന്തായിരിക്കണം, നമ്മുടെ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ് മിനിമൈസ് ചെയ്യുക. ഇത്രയും മതി. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി തുടങ്ങാം കേട്ടോ. ജനറൽ പ്രിൻസിപ്പിൾസ് മുതൽ നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, ഇന്ന് എടുത്ത അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജനറൽ പ്രിൻസിപ്പിൾസ് മുതൽ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇനിയിപ്പോ നെക്സ്റ്റ് മാമിന് ഇപ്പൊ ജോയിൻ ചെയ്യും. ഓക്കെ, ഇത്രയൊന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.